happy homemaker. Hi everyone, welcome to a new episode of Happy Homemaker. ഞാൻ കാവ്യ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇപ്പോൾ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് പറയാം. നമുക്ക് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ മോര് വേണം. പിന്നെ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണം. പിന്നെ പഞ്ചസാര വേണം, മുട്ട വേണം, കുറച്ച് കാപ്പിപ്പൊടി വേണം. കാപ്പിപ്പൊടി അല്ലെങ്കിൽ ഓപ്ഷണലാണ്, യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വാനില എക്സ്ട്രാക്റ്റ് വേണം. പിന്നെ വാം വാട്ടർ വേണം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വാം വാട്ടറിൽ ഈ കാപ്പിപ്പൊടി തിളപ്പിച്ചിട്ട് അതൊഴിക്കുകയാണ് ചെയ്യണത്. നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് കാണാം. പിന്നെ വേണ്ടത് കൊക്കോ പൗഡർ വേണം. പിന്നെ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ വേണം. പിന്നെ ഉപ്പ് വേണം, ബേക്കിംഗ് സോഡ വേണം, ബേക്കിംഗ് പൗഡർ വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് മൈദ, കൊക്കോ പൗഡർ, ഈ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അത് എത്രയോ തവണ നമ്മൾ അരിച്ചെടുക്കണോ അത്രയും സോഫ്റ്റ് ആവുക ചെയ്യുക കേക്ക്. അപ്പോൾ 2 or 3 ടൈംസ് നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്കിതിനെ അരിച്ചെടുക്കാം. അതിനുശേഷം ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ്, അതായത് കൊക്കോ പൗഡർ, മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ അരിച്ചെടുക്കാം. അപ്പോൾ അതിൽ തരികൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കൊക്കോ പൗഡറിൻ്റെ ഒക്കെ തരി ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യണത് ഇങ്ങനൊരു അരിപ്പയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നോർമൽ അരിപ്പ യൂസ് ചെയ്താലും മതി. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു വലിയൊരു പേപ്പറിൽ വെച്ച് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആകെ വൃത്തികേടാവും. ടേബിളൊക്കെ ആകെ പൊടിയായിട്ട് ആകെ വൃത്തികേടാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ, 2 ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് അരിച്ച് ഇടുന്നതായിരിക്കും കൂടുതൽ നമുക്ക് സൗകര്യം. അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ക്ലീനിങ്ങിനായിരിക്കും ടൈം മുഴുവൻ പോവുക. അപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 3 തവണ സീവ് ചെയ്തു. ഇനി നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളത്തിലേക്ക് 1 സ്പൂൺ കാപ്പിപ്പൊടി ചേർക്കാം. കാപ്പിപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ കാപ്പിയുടെ ടേസ്റ്റ് കൂടുതൽ നിൽക്കണം എന്നുള്ളവർക്കാണെന്ന് വെച്ചാൽ ഈ 1 സ്പൂൺ കാപ്പീനെക്കാട്ടിലും കൂടുതലും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിക്കാം. ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കപ്പോൾ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മൾ ഇത്തിരീച്ചയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് നിൽക്കും. അപ്പോൾ മുട്ടയുടെ ബീറ്റിങ് കുറയ്ക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഏതൊരു കേക്ക് ഉണ്ടാക്കുമ്പോഴും മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസായ ഓയിൽ, ലെബാൻ, പിന്നെ വാനില എസൻസ്, ഇത് 3 കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് അനുസരിച്ച് കേക്ക് ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് കേക്കായിട്ട് തന്നെ കിട്ടും.
നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിന് ആഡ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ മിക്സ് ചെയ്യാണ്ടിരിക്കാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ചോക്ലേറ്റ് കേക്കിന് പ്രത്യേകിച്ചും ഒരിക്കലും നമ്മൾ ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇത്തിരീശെ കേക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പാറ്റുല എങ്ങാനും വെച്ച് മിക്സ് ചെയ്യുക, ബീറ്റർ വെച്ച് മിക്സ് ചെയ്യരുത്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ആ വാം വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യണുള്ളൂ. ഇപ്പോൾ നമ്മൾ വാം വാട്ടർ ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു സ്പാറ്റിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കേക്ക് മിക്സായി വന്നിട്ടുണ്ട്. വേണ്ട ഈ ഒരു ലെവലിലെത്താം. നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കേക്ക്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കാപ്പി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാപ്പി അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ച് വെച്ച വെള്ളം, തിളപ്പിച്ച് ആറാൻ പാടില്ല. അപ്പോൾ ഇത്രയും ഒരു ചൂടിലുള്ള കാപ്പി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴും ബീറ്റർ യൂസ് ചെയ്ത് മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഇതിനെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ പാൻ സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ 9 ഇഞ്ച് പാനാണ്. അപ്പോൾ അതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബാറ്ററിനെ നമ്മൾ ബട്ടർ ചെയ്ത പേപ്പറിലേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ അവനെ ഓണാക്കി വെക്കാനായിട്ട് നോക്കുക. ഇവിടെ നമുക്ക് വേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു 180 ഡിഗ്രി ടെമ്പറേച്ചറിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 35 മിനിറ്റ്സോളം ബേക്കിംഗ് ടൈം വേണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ കേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അവനെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അതായത് അവനെ ഒരു 10 മിനിറ്റെങ്കിലും മിനിമം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്കാണ് കേക്ക് നമ്മൾ വെക്കേണ്ടത്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂട് ശരിയാവില്ല. അപ്പോൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ കേക്ക് അത്ര നന്നാവില്ല. അതിന് വേണ്ടിയാണ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴായാലും നമ്മൾ കേക്ക് മാത്രമല്ല എന്തായാലും ഉണ്ടാക്കുമ്പോൾ അവനിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ആ ടെമ്പറേച്ചറിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രം കേക്കിനെ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ കേക്കിന് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അവനിലേക്ക് വെക്കാം. അപ്പോൾ കേക്ക് വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ്സാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം ആവശ്യമുള്ളൂ. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുക കുറയുകയൊക്കെ ചെയ്യാം. ഓരോരോ അവന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ 180 ഡിഗ്രിയിൽ 30-35 മിനിറ്റ്സാണ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്ന് നോക്കരുത് അവൻ. അങ്ങനെയാകുമ്പോൾ കേക്ക് നന്നാവില്ല. അപ്പോൾ ഇവിടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ക്യൂർ വെച്ചിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആകുമ്പോൾ വേണമെങ്കിൽ നമ്മൾ സ്ക്യൂർ വെച്ച് ഒന്ന് തണുത്തോട്ടെ. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ ലെയർ ചെയ്തിട്ട് ഇഷ്ടമുള്ള ഫ്ലേവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ചൂടാറിയിട്ട് കേക്ക് പാനിൽ നിന്ന് എടുത്താൽ മതി. അല്ലെങ്കിൽ അവിടെ ക്രാക്സ് സൈഡിലൊക്കെ പൊട്ടലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി നല്ലൊരു ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ക്രാക്സൊക്കെ മാറ്റി അതിന് ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബ്ലാക്ക് ഫോറസ്റ്റ് ആക്കാം, വേണമെങ്കിൽ ട്രഫിൾ കേക്ക് ആക്കാം. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വെറുതെ ഒരിത്തിരി ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ച് ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ വെറുതെ ചേർത്ത് ആയാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട നല്ല കേക്കായി ഇത് കണ്ട. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇനി ഡിസൈൻ ചെയ്യാം. Don't forget to like, subscribe and comment. Bye-bye. Have a nice day.